ഹായ് ഹലോ, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ തന്നെയാണ്. പക്ഷേ ഇന്ന് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം എന്നാണ്. എല്ലാ പ്രാവശ്യം ഞാൻ മീഷോ എന്നല്ലേ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ഞാനൊരു പുതിയ ആപ്പ് ട്രൈ ചെയ്തായിരുന്നു, ഡിയോഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തേക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വീഡിയോസ് കണ്ടപ്പം ജെനുവിൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 11 പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരു ബോക്സ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡിയോഡ് ആപ്പിൽ ഒരു അട്രാക്റ്റീവ് ആവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രൂപ, 4 രൂപ, 1 രൂപ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൽ പ്രൊഡക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ടോട്ടൽ ഓർഡർ വാല്യൂ 402 രൂപയാണ് ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഷിപ്പിംഗ് ചാർജ് 49 പ്ലസ് ഒരു ടാക്സസ് എന്ന് പറഞ്ഞിട്ട് 64 രൂപ സംതിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 114 രൂപയുടെ അടുത്ത് എക്സ്ട്രാ എമൗണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിനെ ഒക്കെ കൂടുതൽ. എന്നിരുന്നാലും ഇതൊരു മീൻസ് വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി എന്തായാലും നമുക്ക് പൊട്ടിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത്. കാരണം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേസ്റ്റ് തന്നെയാണല്ലോ. അങ്ങനെ അപ്പോൾ ഈ ആപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കാം. അതിന് മുന്നേ ഈ പ്രൊഡക്റ്റ് ഒന്ന് പൊട്ടിക്കാം. കാരണം ഇത് വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. മിനിഞ്ഞാന്ന് വന്നതാ. പക്ഷേ ഇത് വീഡിയോ എടുക്കുമ്പോൾ തുറക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ലൈവിൽ തന്നെ നമുക്ക് തുറന്നു നോക്കാം. ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളും ഞാൻ പറയാം, ഓരോന്ന് കാണിക്കുമ്പോൾ പറയാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ സംഭവം. ഫുള്ള് ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ സാധനങ്ങൾ. ഒരു വലിയ ബില്ലും ഉണ്ട്. ക്ഷാമം വേണ്ട വെച്ചിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ വിത്ത് ഫോട്ടോ അടക്കം ബില്ല് കേട്ടോ. അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് എടുത്തു നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു സംഭവമാണ്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് റോളറാണ് കേട്ടോ. ഒരു ബോക്സ് ആണ്, ഐസ് റോളറാണ്. ഇങ്ങനെ മുഖം ഇങ്ങനെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാ. ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് കൂടെയാണ് വെള്ളം നിറയ്ക്കുക. കണ്ടോ, ഇത് കൂടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളാകുമല്ലോ. അങ്ങനെ നമ്മളിത് ഫ്രീസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് ഈ സംഭവം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഇവിടെ നമ്മുടെ ഐസ് നിൽക്കുന്നുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് മുഖത്തൊക്കെ മസാജ് ചെയ്യാൻ പറ്റുന്ന ഐസ് റോളറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് എത്രയാവും എന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലൊന്ന് ഗസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിൻ്റെ റേറ്റ് വെറും 14 രൂപയാണ് കേട്ടോ. 14 രൂപ. ചിലപ്പോൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മേ ബി 14 രൂപയ്ക്ക് ആയിരിക്കാം ഇത് കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെ എന്താ പറയുക, ഒന്നിച്ചൊക്കെ എടുക്കുന്ന സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ എനിക്ക് 14 രൂപയ്ക്ക് ഇത് ഓൺലൈനിൽ കിട്ടിയെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം പ്ലസ് 100 രൂപ നമ്മൾ എക്സ്ട്രാ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ കൂടെ ഇപ്പോൾ 11 പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ 100 സംതിങ് കൊടുത്തത് എല്ലാത്തിൻ്റെയും കൂടെ 10 രൂപ വെച്ച് കൂട്ടിയാലും എനിക്ക് നല്ലോണം വേർത്തായിട്ടാണ് തോന്നുന്നത്. ഇതിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് കൂടെ ഞാൻ നോക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇപ്പം എന്തായാലും 14 രൂപയ്ക്ക് എക്സ്ട്രാ വേർത്താണ് കേട്ടോ. എനിക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഈ 14 രൂപ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ലല്ലോ. അതിൻ്റെ ഓർഡർ ചെയ്ത ഡീറ്റെയിൽസ് അവർ മെയിലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ഓർഡർ ചെയ്തതിന് ശേഷം ആ മെയിൽ വന്നത് ഞാനിവിടെ കൊടുത്തേക്കാം. പിന്നെ ഷിപ്പിംഗ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7 ഡേയ്സ് എടുത്തിട്ടുണ്ട് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിൽ തുറന്നിട്ട് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെന്ന് വിചാരിക്കണം, ക്ഷമിക്കണം. അപ്പോൾ ഷിപ്പിംഗ് ഏകദേശം ആ ഒരു ടൈമിങ് എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം എനിക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് തോന്നണം. അപ്പോൾ ഫസ്റ്റ് വൺ അപ്രൂവ്ഡ്. ചെറുപറ സാധനങ്ങൾ. ഈ സാധനം ഇങ്ങനെ ഞാൻ വിരുത്തിയിട്ടില്ലേ, ഈ സാധനം ഷവർ ക്യാപ്പാണ് കേട്ടോ. അതായത് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നിനുമല്ല, ഈ ഹെന്നയൊക്കെ തലയിലിടുന്ന സമയത്തേ നമ്മളത് എന്തായാലും ഒരു 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ ഇവിടെയും ഡ്രസ്സിലൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് വന്നിട്ട് ഏകദേശം 75 പൈസയാണ് ഒരു പീസിന് ആയിട്ടുള്ളൂ. ഇതിനങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് ഒരെണ്ണം മതിയെങ്കിൽ ഒരു പീസ് മാത്രമായിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് 29 എണ്ണം എടുത്തിരിക്കണത്. അപ്പോൾ 21 രൂപ 75 പൈസ. അതായത് 29 എണ്ണത്തിന് 21 രൂപ 75 പൈസയാണ് എനിക്ക് ആയിട്ടുള്ളത്. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇതിങ്ങനെ ഉണ്ടാവും ഈ സാധനം. ഈ സാധനം ഇങ്ങനെ തലയിൽ വെക്കണത് കണ്ടില്ലേ, അതാണ് ഈ സാധനം. ഷവർ ക്യാപ്പ്.
ഓക്കെ. ഞാനിത് ഹെന്നയൊക്കെ ഇടുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, വാങ്ങിയതാണ്. നല്ലോണം പ്രൈസ് കുറവ് കണ്ടപ്പോൾ എനിക്ക്, ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല ഇതുവരെ, അങ്ങനെ ഓഫ്ലൈൻ കടയിലൊന്നും പോയിട്ട് നോക്കിയിട്ടില്ല, കടയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇത്ര രൂപയ്ക്ക് കിട്ടുമെന്നറിയില്ല. പിന്നെ ഒരു ഷവർ ക്യാപ്പ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ യൂസ് ചെയ്യാം കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ അത് കളയാം. ഹെന്ന ആയി കഴിഞ്ഞു വെച്ചാൽ തന്നെ നമുക്കത് വാഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് ഫുള്ളി ആ കളറൊക്കെ നിൽക്കും. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഓരോ ഹെന്ന ഇടുമ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല വേർത്താണ്. കാരണം എന്താ വെച്ചാൽ 29 എണ്ണത്തിന് വെറും 21 രൂപയായിട്ടുള്ളൂ. 29 വട്ടം ചെയ്യുമെന്ന് പറയുമ്പം ഞാൻ മന്ത്ലി ഒന്നും ഹെന്ന ചെയ്യാറില്ല. എങ്ങനെ പോലും ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസമൊക്കെ കൂടുമ്പോഴേക്കും ചെയ്യാം. മന്ത്ലി ഇനിയിപ്പോൾ ചെയ്താലും 1 വർഷം 2 വർഷം യൂസ് ചെയ്യാനുള്ളതുണ്ട് ഇതിൽ. ഓക്കെ, ഇതിൽ എണ്ണം നോക്കിയാട്ടോ, എണ്ണം നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 26 27 28 ഇതിൽ കാണണേ. ഇനി ഇതിലേലും മിസ്സായിട്ടുണ്ടോ അറിയില്ല, കാരണം ഇവരിത് പാക്ക് ചെയ്തിട്ടൊന്നുമല്ല, വെറുതെ ഇങ്ങനെ നിറച്ചൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും അടിയിലേക്ക് പോയിട്ടുണ്ടോയെന്ന് അറിയില്ല. നെക്സ്റ്റ് വൺ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കയ്യിലിടുന്ന ഗ്ലൗസ് ആണ്. 100 എണ്ണം ഉണ്ട് ഇതിൽ. ഇത് എണ്ണി നോക്കേണ്ടി വരുന്ന തോന്നണേ. 100 എണ്ണം ഉണ്ട്. 100 എണ്ണത്തിന് റേറ്റ് വന്നിരിക്കുന്നത് 32 രൂപയാണ് കേട്ടോ. 100 എണ്ണത്തിന് 32 രൂപ. ഇതും ഞാൻ ഹെന്ന ചെയ്യുമ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കാരണം കയ്യിലൊക്കെ ആകുമ്പോൾ കുറച്ച് അലമ്പാവുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അതിൽ 100 എണ്ണം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അതിപ്പോൾ എല്ലാം വലിച്ചെടുത്തിട്ട് എണ്ണി നോക്കാൻ പറ്റില്ല. ഒരെണ്ണം കാണിച്ചു തരാം എങ്ങനെയാ അതിൻ്റെ ക്വാളിറ്റിയിൽ. ഇത് നമ്മൾ ഈ എന്താ പറയുക, കളറിങ് ഹെയർ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ കിട്ടില്ലേ, ആ സാധനം കേട്ടോ. ഭയങ്കര നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. അയ്യോ, സൂക്ഷിച്ചിട്ടെടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി കഴിയും എന്നുള്ള മാതിരി. നല്ല വലിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഗ്ലൗസ് ആണ് കേട്ടോ. നൈസാണേ. നമുക്കിങ്ങനെ ഇത് റീയൂസ് ചെയ്യാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യാം, അത്ര തന്നെ. പക്ഷെ വളരെ നൈസ് മെറ്റീരിയൽ. നമുക്കിങ്ങനെ എണ്ണയൊക്കെ ചെയ്യുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ. കുറച്ച് വലിപ്പം കൂടുതലുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിടാൻ പറ്റും കേട്ടോ. അത്ര നൈസ് മെറ്റീരിയൽ ആയ കാരണേ കുഴപ്പമില്ല. ഇത് 100 എണ്ണത്തിന് 32 രൂപയായിട്ടുള്ളൂ. ഇത് 100 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാട്ടോ. നമുക്ക് 100 എണ്ണം അങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. 32 രൂപയ്ക്ക് എക്സ്ട്രാ വർത്താണ്. കടയിൽ എനിക്കറിയില്ല എത്ര രൂപയെന്നുള്ളത്, മേ ബി ഈ ഒരു റേറ്റ് തന്നെ ആയിരിക്കാം. പക്ഷെ ഓൺലൈനിൽ ഇത്രയും ഹോൾസെയിൽ റേറ്റിന് ഞാൻ ആദ്യമായിട്ടാണ് സാധനങ്ങൾ കാണുന്നത്. ഈ ഡിയോഡാപ്പിലാണ്. എന്താന്ന് മനസ്സിലായോ? ഇത് ആക്ച്വലി ഒരു ഫോൺ ഹോൾഡർ ആണ്. നമുക്കിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണൊക്കെ കണ്ട് കഴിക്കണവരാണെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ എവിടെയെങ്കിലും ചാരി വെച്ചിട്ടൊക്കെ അല്ലേ കാണുന്നുണ്ടാവുക, അതിന് പകരം ഈ സാധനം എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് ഇതിലിങ്ങനെ വെച്ച് കഴിഞ്ഞു വെച്ചാൽ ഇതേ കണ്ടോ, ഫോൺ ഇരിക്കണുണ്ടോ, ഇങ്ങനെ ഇരിക്കും. മറിഞ്ഞു വീഴൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ എൻ്റെ കയ്യിലായ കാരണം ആട്ടണത്. ഇതിൻ്റെ സെയിം നമ്മുടെ കയ്യിലുണ്ട്. ഒരു റെഡ് ഉണ്ട് കയ്യിൽ. അത് നമ്മൾ ഗുജറാത്തിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അവിടുന്ന് വാങ്ങുന്ന സമയത്ത് ഏകദേശം 10 15 അങ്ങനെ 20 രൂപ അങ്ങനെ എന്തുകൊണ്ടാണ് ആയിട്ടുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇതിലിത് വെറും 3 രൂപയ്ക്കാണ് കേട്ടോ. അതിൻ്റെ പ്രൂഫ് ഞാനിവിടെ കാണിക്കാം. വെറും 3 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വെക്കുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇനി താഴത്ത് വെക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ക്യാമറ തിരിക്കേണ്ടി വരും. അതാ കണ്ടോ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം. എന്തെങ്കിലുമൊക്കെ കാണാണ്ടെങ്കിലോ, ഇപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ കൈ പിടിച്ച് ഉപയോഗിക്കണവർക്ക്, അല്ലെങ്കിൽ മേശയിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുമ്പോൾ ഫിലിമൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കയ്യിലേ പിടിച്ചിരുന്ന് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതേണ്ടോ, കണ്ടോ, ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്കിപ്പോൾ മേശയിലൊക്കെ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് സുഖമായിട്ട് കാണാം. അങ്ങനൊരു സംഭവം. അതാണ് ഇത് ഒരു സിലിക്കോൺ മാസ്ക് ബ്രഷ് ആണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും മുഖത്ത് എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും, അതുപോലെ തന്നെ സ്ക്രബ് ചെയ്യാൻ, മുഖമൊക്കെ സ്ക്രബ് ചെയ്യാനാണെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സിലിക്കോണിൻ്റെ ആണ് കേട്ടോ. ഇതുണ്ടോ, ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാം.
ഞാൻ കൈ കൊണ്ടാണ് സാധാരണ ചെയ്യാറുള്ളത്, എനിക്ക് കൈയാണ് സുഖം. പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചാൽ അത്ര റേറ്റ് ഒന്നും കണ്ടില്ലല്ലോ. പിന്നെ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, അങ്ങനെ ഒരു കുഞ്ഞ് സിലിക്കോൺ ബ്രഷ് മാതിരിയാണ് കേട്ടോ, അത്ര ഓരോന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ 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 എന്താ പറയുക, എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം, ക്ലെൻസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഹെഡ്. അപ്പോൾ അങ്ങനെ ഡബിൾ ഹെഡഡ് ആണ് സിലിക്കോണിൻ്റെ വന്നിട്ടുള്ളത്. കാണുന്നുണ്ടോ വിചാരിക്കണം. അതെ, ഇതിൻ്റെ റേറ്റ് 19 രൂപയാണ് കേട്ടോ. 19 രൂപ. 19 രൂപ കുറച്ച് കൂടുതലല്ലേ എന്ന് വിചാരിക്കുന്നവർക്ക് ഇതിൽ വെച്ച് നോക്കുമ്പോൾ, മീൻസ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ല വേർത്തായിട്ട് തോന്നുന്നുണ്ട്. 19 രൂപയ്ക്ക് നല്ല വേർത്താണ് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം. ഇത് ഞാനൊരു ഹെയർ ക്ലിപ്പ് വാങ്ങിയതായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് വിചാരിച്ചത് നല്ല വലിപ്പുണ്ടെന്നാ, പക്ഷെ ഇത് എനിക്ക് കുറച്ച് ഭയങ്കര നഷ്ടമായിപ്പോയി. എനിക്കിങ്ങനെ ഹെയർ പിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മുറുക്കം കിട്ടാൻ, അതായത് നമ്മളിങ്ങനെ വെക്കില്ലേ, അയ്യോ ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന കേട്ടോ. വെക്കാൻ വേണമെങ്കിൽ അത്ര തന്നെ, കയ്യിൽ പോലും പിടിക്കാനില്ല, ഭയങ്കര ചെറുത് കേട്ടോ, ഭയങ്കരമായിപ്പോയി. 13 രൂപ. അത്ര വലിയ വിലയൊന്നുമില്ല, പക്ഷെ എന്നാലും 13 രൂപയ്ക്ക് ഞാൻ ഡിസാറ്റിസ്ഫൈഡ് ആണ്. 13 രൂപയുള്ളൂ, പക്ഷെ ഭയങ്കര കുഞ്ഞിത്, നമുക്കിങ്ങനെ കണ്ണിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി. ഇത് എത്ര ഉള്ളൂ, വെറുതെ ഇങ്ങനെ കുത്താം, കുഴപ്പമില്ല, അത്ര ഉള്ളൂ കേട്ടോ. 13 രൂപ. ഇതിലെത്ര എണ്ണം ഉണ്ടെന്നറിയാം? 12 എണ്ണം. 13 രൂപ. കുഴപ്പമില്ല, ചെറുതാണ് കേട്ടോ, വളരെ ചെറുതാണ്. ഇനി ഞാൻ കാണിക്കുന്നത് ഇത് വർക്ക് ആകുമോ എന്നുള്ളത് ഞാനിപ്പോൾ ട്രൈ ചെയ്ത് കാണിക്കാം. ഈ സംഭവം ഒരു സൂപ്പർ സീലർ എന്ന് പറഞ്ഞിട്ട് കേട്ടോ, സീൽ ചെയ്യുന്ന ഒരു മെഷീനാണ്, ഒരു സംഭവം സീലിംഗ് ചെയ്യാനുള്ളതാണ്. ഇതെനിക്ക് അറിയില്ല ബാറ്ററിയിലാണോ ഒന്നും അറിയില്ല. നമുക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഫുഡ് മാത്രമല്ല, നമ്മൾ ഈ പൊട്ടിച്ചപ്പം പലചരക്കൊക്കെ വാങ്ങണ സമയത്ത് ഈ അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബോട്ടിലാക്കിയിട്ടും ബാക്കി ഉണ്ടാവും, മാഗിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. അപ്പോൾ നമ്മളെപ്പോഴും ഒന്നില്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എയർ ടൈറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നത് ബാറ്ററി ആയിരിക്കണം, പറഞ്ഞു പോണു. ഇതെങ്ങനെ ഉപയോഗിക്കാം? ഓക്കെ, ഇതിങ്ങനെ തുറക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ ബാറ്ററി ഇടണോ? ഇടേണ്ടി വരും. ഇതിൽ ബാറ്ററി ഇടണം കേട്ടോ. ബാറ്ററി ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പറയണത്. പക്ഷെ എൻ്റെ കയ്യിൽ ബാറ്ററി ഇല്ല. അപ്പം ബാറ്ററി ഉപയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും ഞാൻ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ. ഇതിൽ ബാറ്ററി ഫില്ല് ചെയ്യണം. 2 ബാറ്ററി കാണിക്കണത്. അങ്ങനെ ബാറ്ററി ഇട്ടതിന് ശേഷം ഇത് അടച്ചിട്ട് നമ്മൾ ഈ പാക്കറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെക്കുക. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അത് സീൽ ചെയ്യാൻ പറ്റും. മീൻസ് ആ പാക്കറ്റ് സീലാവും. ഇങ്ങനെ വലിക്കുക, എന്നിട്ട് പ്രസ് ചെയ്യാം. ഞാൻ ബാറ്ററി ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ, അത് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 48 രൂപയാണ് കേട്ടോ. 48 രൂപയാണ്. സോ എനിക്ക് ഡൗട്ട് ഉണ്ട് ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത്. മെയ്ഡ് ഇൻ ചൈന. അത് 48 രൂപയുടെ വർക്ക് ചെയ്യുമെന്നല്ല, പക്ഷെ എനിക്കെന്തോ ഇതൊക്കെ കാണുമ്പോൾ ഇതിന് മൊത്തത്തിലുള്ള മീൻസ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. സിമ്പിളൊരു സംഭവമാണ്. ഞാൻ പറയാം, അത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് 48 രൂപ കേട്ടോ. പാക്കറ്റൊക്കെ നല്ല സംഭവമായിട്ടുണ്ട്. കുൽഫി സ്റ്റിക്ക്. നമുക്ക് ശിവുവിന് കുറച്ച് കുൽഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. ശിവുവിനല്ല, ഒരുവിധം എല്ലാ പിള്ളേർക്കും കുൽഫി അല്ലെങ്കിൽ ഐസ്ക്രീം അല്ലെങ്കിൽ പോപ്സിക്കിൾസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മീൻസ് എന്താ പറയുക, അതിലിങ്ങനെ ഒരുപാട് ഷുഗറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. നമുക്ക് മുന്നേ ഇത് ഉണ്ടായിരുന്നു കയ്യിൽ, ഗുജറാത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞാൻ ഈ ഗുജറാത്ത് നിന്ന് ഇടയ്ക്ക് പറയുന്നത് അവിടെ ഭയങ്കര അഫോർഡബിളാണ്. 10 രൂപ 20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ എനിക്ക് ഓർമ്മയില്ല എത്ര രൂപയ്ക്ക് വാങ്ങിയെന്ന്. അത് പിന്നെ എവിടെ പോയി എന്നറിയില്ല, കാണാനില്ല ആ സംഭവം. അത് പാക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്സായതാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കുൽഫി സെറ്റ് ഞാൻ കുറേ ആയി വാങ്ങണം എന്ന് വിചാരിക്കണം. അപ്പോൾ അതെ, ഇതിൽ 6 സെറ്റ് ഉണ്ട് കേട്ടോ. 6 എണ്ണം കണ്ടോ. പിന്നെ ഈ ട്രേയിൽ നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കുന്നു. ഇങ്ങനെ എന്തോ ഇറക്കി വെക്കുകയാണ്. ഓരോന്നും ഇങ്ങനെ നിറച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെക്കുക. കണ്ട, ഇങ്ങനെ നമുക്ക് എന്താണോ ഫില്ല് ചെയ്യേണ്ടത്, അതായത് ഇപ്പം ഡേറ്റ്സോ നട്ട്സോ കുട്ടികൾക്ക് എന്താണോ കൊടുക്കേണ്ടത് അതൊക്കെ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കില്ലേ, അത് ഇതിൽ ഫില്ല് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. ഇതൊരു സ്റ്റാൻഡ് പോലെയാ. ഇതിങ്ങനെ മീൻസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും.
എന്നിട്ട് ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്രീസ് ആയിക്കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ പോപ്സിക്കിൾ അല്ലെങ്കിൽ ഐസ്ക്രീം അല്ലെങ്കിൽ കുൽഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഇങ്ങനെ. ഓക്കെ, കൊള്ളാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 49 രൂപയാണ് കേട്ടോ. 49 രൂപയ്ക്ക് ഇതും നല്ല വേർത്താണ്. മേ ബി കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റേറ്റിലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുക, എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. 49 രൂപയ്ക്ക് ഇതേ 6 സെറ്റ് ഉണ്ട്, 6 സെറ്റ്. അപ്പോൾ പിള്ളേരിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാശി പിടിക്കുമ്പോൾ അവർ കഴിക്കാത്തപ്പോൾ ഡേറ്റ്സ്, നട്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ പിള്ളേർ കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ലല്ലോ, നല്ല സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പാലൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാം, എന്താ പറയുക, ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ ഒഴിച്ച് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അവരതൊക്കെ കഴിക്കും, അവരുടെ ഹെൽത്തിനും നന്നായിരിക്കും. വലിയ പഞ്ചസാര അധികം ഒന്നും ഇടാതെ കേട്ടോ, മീൻസ് ഇടണോർക്ക് ഇടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഈ ഒരു സാധനം ഞാൻ എന്തിനാ വാങ്ങി എനിക്കറിയില്ല, എനിക്ക് ശിവുവിന് വേണ്ടി വാങ്ങിയതാ. അത് കുഞ്ഞത് കണ്ടോ, ഒരു ടോയ് ആണ് കേട്ടോ, 5 രൂപയുള്ളൂ. അപ്പൊ അത് കണ്ടിട്ട് എടുത്തതാ. ഇങ്ങനെ എന്തോ പുഷ് ബാക്ക് ടോയ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞ് സ്റ്റിക്കറും ഉണ്ട് അതില്. ഇതിനെങ്ങനെ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ തെറിച്ചിട്ട് പോവും, അതാണ് അങ്ങനെ എന്തുകൊണ്ടാണ്. ഒന്നുമില്ല കേട്ടോ, സിമ്പിൾ ഒരു സാധനം. 1 രൂപ, 2 രൂപ, 5 രൂപ ഇതൊക്കെ ഓക്കെയാണ് ഇതിന്, പക്ഷെ ഇത് വർക്കാവണം, എന്നാലാണ് ഇതിനൊക്കെ കാര്യം. ഒന്നുമില്ല, ഈ സംഭവം ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഈ സാധനം വെച്ചിട്ട് അമർത്തിയിട്ട് വിട്ട് കഴിഞ്ഞു വെച്ചാൽ അതിങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ തെറിക്കും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് കേട്ടോ. ഒരു ബാഗാണേ, ഭയങ്കര ഡൗട്ടായിരുന്നു ഇത് വാങ്ങുമ്പോ, വെറുതെ പൈസ പോവോ, വെറുതെ പൈസ പോയോ, ഇത് ഭയങ്കരമായിട്ടാ. നമ്മളിങ്ങനെ ഫ്രണ്ടിലിടില്ലേ ഒരു ടൈപ്പ്, ഇത് ഇങ്ങനെ ഇടുന്ന ഒരു ടൈപ്പാ. ഇങ്ങനെയോ ബാക്കിലേക്കോ എങ്ങനെ വേണമെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിന്റെ വില എത്രയാന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യൂ, ഞാൻ പറയാം. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതെ, ഇതിൽ അത്യാവശ്യം നമുക്ക് ഫോണോ അല്ലെങ്കിൽ പേഴ്സോ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാൻ തരുന്നതിന് വേണ്ടി വാങ്ങിയതാ. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിലിടാം, ഒരു കുഞ്ഞു കോട്ട എല്ലാം ഇടാം കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ പൈസയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇടാം. അങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. പിന്നെ ഈ വള്ളി വന്നിട്ട് നമ്മുടെ പഴയ ബാഗുകളൊക്കെ ഇല്ലേ, മറ്റേ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗിൻ്റെ അങ്ങനെ സൈഡിൽ അങ്ങനത്തെ ഒരു വള്ളിയാണ്, അതായത് ഈ ഒരു ഇത് വരണത്. എന്നാലും മോശമില്ല, ഈ ഒരു സംഭവം നല്ലതാ, ക്ലോത്ത് നന്നായിട്ടുണ്ട്. വില എത്രയെന്നറിയോ? 72 രൂപ. 72 രൂപയ്ക്ക് നല്ല ഉപത്താണ് കേട്ടോ. റോഡ് സൈഡിൽ നിന്ന് ഒരു ബാഗ് നോക്കുകയാണെങ്കിൽ കൂടെ മിനിമം 100 രൂപ 150 രൂപ എന്തായാലും കൊടുക്കണം. ഇത് കോളേജിലൊക്കെ യൂസ് ചെയ്യുന്ന, മീൻസ് കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്കാണെങ്കിലും ബാക്കിലേക്ക് വിടാട്ടോ. ഇത് ഒരു കുഞ്ഞ് ബുക്കൊക്കെ കൊള്ളാം, അത്ര തന്നെ, മീൻസ് അത്രയും വലിയ ബാഗല്ല. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അത്യാവശ്യം നമുക്കൊരു കുട, ബുക്ക് ഇതെല്ലാം കൊള്ളൂട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആക്ച്വലി 72 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് എനിക്കൊരു റിവ്യൂവും ചെയ്യാം, അതുപോലെ തന്നെ നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റിവ്യൂക്ക് വേണ്ടിയിട്ടെങ്കിൽ ഇതിൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല തോന്നുന്നു, ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടില്ല, റിട്ടേൺ ഓപ്ഷൻ ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എൻ്റെ പൈസ പോകുമോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ സൂപ്പർ പ്രൊഡക്റ്റ് കേട്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നു അവർ പുതിയൊരു ആപ്പാണ്, അപ്പോൾ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത്രയും ഓഫറുകൾ കൊടുക്കുന്നുണ്ടാവുക. മേ ബി കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ മീഷോ ഒക്കെ മാതിരി വന്ന് തുടങ്ങുന്നതായിരിക്കും. കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഓഫറുകളൊക്കെ പോവാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു, മസ്റ്റ് വയ്യാണ് കേട്ടോ. ഈ ഒരു ബാഗ് മസ്റ്റ് വയ്യാണ്. 72 രൂപയാണ് റേറ്റ്. അത് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കണം. അതല്ലാതെ 500 രൂപ 1000 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ക്വാളിറ്റിയിലൊന്നും പ്രതീക്ഷിക്കരുത്. എനിക്കിത് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഒരു മിനിമം ഒരു 200 രൂപ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടണ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ആ ഒരു ഇത് മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്യുക. അതല്ലാതെ ഈ സംഭവം ഇപ്പോൾ ഇതുണ്ടായതെന്ന് വിചാരിക്കരുത്. 72 രൂപയ്ക്ക് നല്ല അഫോർഡബിൾ ആണ്. ഞാനിപ്പോൾ കടയിലൊക്കെ പോയി ചോദിക്കുകയാണെങ്കിൽ 200 രൂപ മിനിമം എന്തായാലും ഇതിന് പറയും, ഉറപ്പാണ്. നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്, ഈ മഴക്കാലത്ത് നമുക്ക് ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഞെട്ടും. ഇതൊരു കുടയാണ് കേട്ടോ. കുട ഞാൻ ഓർഡർ ചെയ്തത്, ഇതും ഞാൻ പൈസ പോവുകയാണെങ്കിൽ പോയില്ലാണ്ട് വിചാരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാണ്. വെറും 125 രൂപയാണ് ഈ ഒരു കുടയ്ക്കായിട്ടുള്ളൂ കേട്ടോ. കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ, കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല.
കമ്പികളൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മാതിരിയൊക്കെ വന്നിരിക്കണത്. അതായത് ഇത്രയേ ഉള്ളൂ റേറ്റ് എന്ന് വെച്ചിട്ട് മീൻസ് അത്രയും ചീപ്പായിട്ടുള്ളതല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനൊരു കവറുണ്ട്, പൗച്ച് കൊടയുടെ. എത്ര കാലം യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നോക്കേണ്ടി തന്നെ വരും. പക്ഷെ 125 രൂപയ്ക്ക് ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ഈ 2 ഐറ്റം കേട്ടോ. ഈ കൊടയും ഈ ഒരു ബാഗും തീർച്ചയായിട്ടും അൺബിലീവബിൾ. അപ്പോൾ ഈ കൊട ഞാൻ ഈ ബാഗിൽ കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതാണ് കൊടയുടെ വലിപ്പം. ഇത് ഈ കൊട ബാഗിൽ കയറ്റിയിട്ട് നമ്മൾ, അപ്പോൾ ഈ ഒരു കൊട കറക്റ്റ് ഈ കൊട കൊള്ളാൻ പാകത്തിനുള്ള നീളം ഇതിലുണ്ട്. മീൻസ് കൊട നല്ലോ ചെറുതല്ല, എന്നാൽ നല്ലോ വലുതുമല്ല. ഒരു കുഞ്ഞ് വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ കൊടയോ ഒക്കെ വെച്ച് മീൻസ് യാത്രയൊക്കെ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ കുഞ്ഞേതായിട്ട് ഇങ്ങനെ മുമ്പ് കൂടെ ഇടുമ്പോൾ നമുക്ക് പൈസയൊക്കെ പെട്ടെന്ന് എടുക്കാനൊക്കെ പാകത്തിന്. നമുക്ക് കൊട അൺബോക്സ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 11 പ്രൊഡക്റ്റും ഞാനിവിടെ അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പ്രൊഡക്റ്റും എനിക്ക് നല്ലോണം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തോന്നണം. ആകെ ആ ഒരു ക്ലിപ്പ്, അത് 12 രൂപ. പിന്നെ ആ ഒരു സീലിംഗ് മെഷീൻ ഇല്ലേ, അത് ഉപയോഗിച്ച് നോക്കണം, വർക്കാവോ ഇല്ലേ എന്നുള്ളത് ഉപയോഗിച്ച് നോക്കണം. അത് മാത്രമാണ് ഒരു ഡൗട്ടുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ ഒരു ശിവുവിൻ്റെ ഒരു കുഞ്ഞി ഡക്ക്, അത് 5 രൂപ. അത് കുഴപ്പമൊന്നുമില്ല, മീൻസ് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇത് രണ്ടും മീൻസ് നല്ലോണം വർത്താണ്. ഇത്രയും രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഈ രണ്ടും ഒരിക്കലും മിസ്സാക്കാത്ത ഓഫറായിട്ട് തോന്നി. സംഭവം കൊള്ളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഒക്കെ കിട്ടും തോന്നുന്നു. പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം, ഐറ്റംസ് സെലക്ട് ചെയ്യാം. മിനിമം ക്വാണ്ടിറ്റി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു പ്രൊഡക്റ്റേ വേണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ 40 രൂപ എന്തോ ഷിപ്പിംഗ് ചാർജ് വരും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നതൊക്കെ ഭേദം ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിട്ട് തോന്നും. 500 രൂപ എന്ന് പറയുമ്പോൾ 500 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ 11 ഐറ്റംസ് ഞാൻ വാങ്ങിയാൽ ഞാൻ ഒരിക്കലും വിഷമിക്കുന്നില്ല. ഞാൻ ഹാപ്പിയാണ്. ആക്ച്വലി എൻ്റെ പൈസ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേകിച്ച് ലിങ്കൊന്നും ഇല്ല കേട്ടോ. അതൊരു പ്രൊമോഷണലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞു വെച്ചാൽ ഡിയോഡ് ആപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇവിടെ കാണിക്കാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഡിയോഡ് ആപ്പ് എന്ന് അടിച്ചു കൊടുക്കുക, ലോഗിൻ ചെയ്യുക, കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. മെയിൽ ഐ ഡിയിലേക്കാണ് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരിക, അതായത് ട്രാക്കിങ് കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ആമസോൺ ഡെലിവറിയാണ് എനിക്ക് ചെയ്തത്. ഒരു 7 ദിവസം എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു ടൈം. പിന്നെ ഇതിൽ റിട്ടേണിൻ്റെ കാര്യം ഞാൻ ചെക്ക് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾ റിട്ടേൺ, മീഷോ മാതിരി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ പോസിബിൾ അല്ല. നമ്മൾ റിട്ടേൺ കൊടുക്കണമെങ്കിൽ തന്നെ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റാണ്. അപ്പോൾ അൺബോക്സിംഗ് വീഡിയോയിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാനുള്ള ഓപ്ഷൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് ഡാമേജ്ഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഏതെങ്കിലും മിസ്സാണെന്നുണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉള്ളത്. ഈ റിട്ടേണിൻ്റെ എമൗണ്ട്, അതായത് റിട്ടേൺ ഒരു കോസ്റ്റ് വരുമല്ലോ, അതും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിന് മുന്നേയുള്ള വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. മീഷോയുടെ വീഡിയോസൊക്കെ അൺബോക്സിംഗ് ഒരുപാട് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.